രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 27 വിദ്യാർത്ഥികൾ ദില്ലിയിൽ പങ്കെടുത്ത ഒരു പ്രസംഗ മത്സരത്തിലെ ഒരു പാർട്ടിസിപ്പൻ്റാണ് ഇന്നിപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിനിയായ രോഹിണി. आज मैं रोहिणी एम ईश्वर की अपनी धरती केरल से नेहरू युवा केंद्र संगठन तिरुवनंतपुरम का प्रतिनिधित्व कर रही हूँ. ഈ ഹിന്ദിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് ദില്ലിയിലെ പാർലമെന്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭാംഗങ്ങളെയും ഒപ്പം സ്പീക്കറെയും ഒക്കെ തന്നെ അമ്പരപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. मातृभूमि के रक्षक, सदैव राष्ट्रवादी, भारतीयों के प्रेरणा स्रोत नेताजी सुभाष चंद्र बोस ये सिर्फ एक नाम नहीं बल्कि युवाओं के अंदर क्रांति की ललक पैदा करने वाली एक चिंगारी है. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരു ഏക വിദ്യാർത്ഥിനി എന്നുള്ള പ്രത്യേകത കൂടി രോഹിണിയുടെ കാര്യത്തിലുണ്ട്. രോഹിണി ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. രോഹിണി, ആദ്യം തന്നെ അഭിനന്ദനം. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹിന്ദിയിൽ ഇത്തരത്തിൽ പ്രസംഗം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു വേദിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ പ്രഗത്ഭരായ നേതാക്കളും വ്യക്തികളും പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദിയിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ആ ഒരു അവസരം ലഭിച്ചതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. നെഹ്റു യുവ കേന്ദ്ര തിരുവനന്തപുരം ഒരു പ്രസംഗ മത്സരം നടത്തുകയാണെന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയും അതിൽ ഞാൻ അപ്ലൈ ചെയ്യുകയും ആദ്യം ജില്ലാതല മത്സരം നടത്തുകയും അതിനുശേഷം സ്റ്റേറ്റ് ലെവൽ മത്സരം നടത്തുകയും ആണ് ചെയ്തത്. സ്റ്റേറ്റ് ലെവൽ മത്സരം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും പാർലമെൻറ്റിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് നാഷണൽ ലെവൽ സ്ക്രീനിങ് ആയിരുന്നു. കാരണം ഈ 27 സ്റ്റേറ്റിൽ നിന്ന് ഓരോരുത്തർ സെലക്ട് ആയെങ്കിലും അതിൽ നിന്ന് 8 പേർക്ക് മാത്രമേ പ്രസംഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നാഷണൽ ലെവൽ സ്ക്രീനിങ്ങിൽ ആ 8 പേരിൽ ഒരാളാവാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെ ഡൽഹിയിൽ പോവുകയും 23-ാം തീയതി പോവുകയും അന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ പ്രസംഗിക്കാനുള്ള ഒരു അവസരവും ലഭിച്ചു. പ്രസംഗിച്ചതിന് ശേഷമാണ് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വസതിയിൽ ചെന്ന് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുമുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ 27 പേരെയും നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ വസതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരവും എനിക്ക് ഉണ്ടായി. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ യുവാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. ഒന്നാമത്തെ കാര്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ പുറത്തുള്ള ഇന്ത്യൻസിനെ പോലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ത്യക്ക് വേണ്ടി ഫ്രീഡത്തിന് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ത്യൻസും ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസിനെതിരെ നമ്മൾ പോരാടണമെന്ന് പറയുകയും, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു വലിയൊരു സ്വപ്നമാണ് കണ്ടത്, ഇന്ത്യക്ക് ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളത്. അതുപോലെ ഞാനും ഒരു ചെറിയ സ്വപ്നം കണ്ടിരുന്നു, ഇതുപോലെ ഒരു പ്രസംഗ വേദിയിൽ ഒരു പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ പ്രസംഗിക്കുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ കാണുക, ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഇതുപോലൊരു പ്രഗത്ഭമായ അല്ലെങ്കിൽ ഇത്രയും പ്രൗഢമായ ഒരു വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. അതും നടന്നിരിക്കുകയാണ്. भारत के सम्माननीय प्रधानमंत्री महोदय श्री नरेंद्र मोदी जी ने कहा है कि आने वाले 25 साल हमारे देश और 130 करोड़ की आबादी के लिए बेहद खास होने वाली है. आजादी के इस अमृत काल में हम सभी युवाओं का कर्तव्य है देश के विकास में, राष्ट्र निर्माण में अपनी भागीदारी देना. പിന്നെ അതിനുശേഷമാണ് 26-ാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡ് നമുക്ക് നേരിട്ട് കാണാനായിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ദൂരദർശനിൽ ചെറിയ പ്രായം മുതലേ നമ്മൾ ടി വിയിൽ മാത്രമേ റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ടിട്ടുള്ളൂ. നമ്മൾ രാവിലെ 7 മണി മുതൽ ടി വി ഓൺ ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്ലോട്ട് പോകുന്നത് കാണാൻ. അപ്പോൾ അത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായിരുന്നു. നഞ്ചിയമ്മയുടെ പാട്ടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ പ്ലോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ദൂരെ നിന്നേ ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. ഈ പ്രസംഗത്തിന് പുറമെ, ഡിബേറ്റിന് പുറമെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? പണ്ട് മുതലേ പ്രസംഗിക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണോ ഈ ഒരു പ്രത്യേകിച്ച് ഹിന്ദിയിലുള്ള പ്രസംഗത്തിലൂടെ വന്നത്?
ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ കേന്ദ്രീയ വിദ്യാലയ പട്ടത്തായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ സ്കൂളിൽ പ്രസംഗിക്കുമായിരുന്നു, മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ SN കോളേജ് ചെമ്പഴന്തിയിൽ വന്നതിന് ശേഷമാണ് ഒരു വലിയൊരു എക്സ്പോഷർ കിട്ടി തുടങ്ങിയത്. അതായത് കോളേജിന് പുറത്ത് പോയി മത്സരിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കുകയും അതിൽ എനിക്ക് പ്രൈസ് ലഭിക്കുകയുണ്ടായത്. അതുകൂടാതെ മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു നേട്ടം എനിക്ക് ഉണ്ടായത് 2020 ലക്നൌവിൽ വെച്ച് നടന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ, ദേശീയ യുവജനോത്സവത്തിൽ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് എനിക്ക് പങ്കെടുക്കാനും മത്സരിക്കാനും ഫസ്റ്റ് പ്രൈസും എനിക്കന്ന് ലഭിച്ചിരുന്നു നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ. അതായിരുന്നു എനിക്ക് മത്സരങ്ങളിൽ എനിക്ക് എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മത്സരം എന്ന് പറയുന്നത്. ഇപ്പോൾ മത്സരങ്ങൾ അല്ലാതെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫോർമൽ ഈവൻറ്റ്സ് ഞാൻ ആങ്കർ ചെയ്യാറുണ്ട്. അതുകൂടാതെ വോയിസ് ഓവർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ദുബൈയിൽ എക്സ്പോ 2020 നടന്നപ്പോൾ അവിടെ ദുബൈ കെയർസ് എന്ന ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ അവിടെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ട്രെയിനർ ആവുക എന്നുള്ളതാണ്, ഒരു സോഫ്റ്റ് സ്കിൽ മോട്ടിവേഷണൽ ട്രെയിനർ ആവുക എന്നുള്ളതാണ്. ഹിന്ദിയിൽ ഇത്രത്തോളം ഉച്ചാരണ സ്ഫുടതയോടുകൂടി സംസാരിക്കാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് കഴിയാറില്ല. എങ്ങനെയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്? പണ്ട് മുതലേ ഹിന്ദി സംസാരിക്കുമായിരുന്നു? എൻ്റെ അച്ഛൻ ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പട്ടാളത്തിൽ ജോലി ചെയ്തപ്പോൾ നമ്മളിവിടെ പഠിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു നമ്മളും ഹിന്ദിയിൽ സംസാരിക്കണം. അപ്പം എൻ്റെ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ അച്ഛൻ നമ്മളോട് ഹിന്ദിയിൽ സംസാരിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ സംസാരിച്ചാണ് ഹിന്ദിയിൽ ഒരു ഫ്ലുവൻസി കിട്ടി തുടങ്ങിയത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു ഭാഷയായാലും നമ്മൾ ആ ഭാഷയിൽ തെറ്റാണെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ അതിലൊരു പെർഫെക്ഷൻ ലഭിക്കൂ. അങ്ങനെയാണ് ഹിന്ദിയിലൊരു ഫ്ലുവൻസി കിട്ടിയതും. പിന്നെ മാത്രമല്ല, ഞാൻ അതിനുശേഷം എല്ലാ മത്സരങ്ങളിലായാലും അല്ലെങ്കിൽ വെറുതെ ഞാൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഹിന്ദിയിൽ ഫ്രീ ടൈമിൽ സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു ഫ്ലുവൻസി കിട്ടിയത്. ഈ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിലാണെന്ന് ഈ പ്രസംഗം നടന്നത്. ഹിന്ദിയിൽ ഈ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു പ്രസംഗം നടന്ന സമയത്ത് മനസ്സിലൊരു ഭയമൊക്കെ തോന്നിയിരുന്നു. കാരണം കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുണ്ട്, പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, ലോക്സഭാ സ്പീക്കറുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിലായിരുന്നു. അപ്പോൾ മനസ്സിൽ അത്തരത്തിലൊരു ഭയമോ ആശ്ചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ ഒരു പാർലമെൻറ്റിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രസംഗിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഹിന്ദിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറിയപ്പം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭയം എന്തായാലും തീർച്ചയായും ഉണ്ടാകും. പക്ഷേ ഭയത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ, ഞാൻ അവിടെ എനിക്ക് വേണ്ടി അല്ലായിരുന്നു നിന്നത്, ഞാൻ അവിടെ എൻ്റെ ഒരു മത്സരത്തിനും അല്ലായിരുന്നു നിന്നത്, ഞാൻ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഭയത്തേക്കാൾ കൂടുതൽ എൻ്റെ ഒരു മനസ്സിൽ ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അവിടെ ആ ഒരു അവസരം എനിക്ക് ലൈഫിൽ ഒരുപക്ഷെ ഒരിക്കലേ കിട്ടുമായിരിക്കുള്ളൂ, ഇനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു അവസരമായിരുന്നു. സാധാരണഗതിയിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമല്ലോ. ആ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, അപ്പോൾ ഭർത്താവിൻ്റെ സപ്പോർട്ട്, ഒപ്പം പാരൻസിൻ്റെ സപ്പോർട്ടൊക്കെ, അതൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ, എത്ര ട്രോഫീസ് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ വേദിയിൽ നിന്നിട്ടുണ്ടോ, അവിടെ എല്ലാം എനിക്ക് തോന്നില്ല ഞാൻ കാരണമാണതെന്ന്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടായിരുന്നു. അതിനി ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അച്ഛനാണ് നമുക്ക് ഈ ഒരു ഫ്ലുവൻസി എനിക്ക് ഹിന്ദിയിൽ കിട്ടാനായിട്ട് സഹായിച്ചത്. രണ്ടാമത് അമ്മയാണ് എല്ലാ പ്രോഗ്രാംസിലും എൻ്റെ കൂടെ വരികയും അവിടെ എന്നെപ്പോലെ തന്നെ അത്രയും ടെൻഷൻ അനുഭവിച്ചിരിക്കുകയും മത്സരം കഴിയുന്നതുവരെ ഇരിക്കുകയും ചെയ്യുന്നത്, എല്ലാ മത്സരത്തിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ ഇപ്പോൾ ഹസ്ബൻഡും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തരുന്നത്. അതുകൊണ്ടാണ് കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ഡൽഹി വരെ പോകാനും ഇങ്ങനെ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരാനുമുള്ള ഒരു അവസരം ലഭിച്ചത്. അദ്ദേഹം പൂർണ്ണ സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ലഭിച്ചതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. കാര്യം അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കാനും സാധിക്കുന്നത്. തീർച്ചയായും രോഹിണി പറയുന്നത് തന്നെയാണ് പ്രധാനം. നമ്മുടെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ് നമ്മുടെ മനസ്സിനും സന്തോഷം ലഭിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് എന്നതാണ് രോഹിണി പറയുന്നത്. അതുതന്നെയാണ് നമുക്കും വ്യക്തമാക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.